പിന്നെ ഈകളുടെ കാര്യം, അത് ഞാൻ വേണ്ടതുപോലെ അവനെ കൈകാര്യം ചെയ്യണം. ഒരു ദിവസം അവന് കിട്ടും. അവന് കിട്ടുമോ സംശയമാണ്. ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെ തന്നെ ചിലപ്പോൾ ഇല്ലാതായിക്കോളും ഞാൻ. ആ കുഞ്ഞ് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോണില്ല. ദേവൂട്ടിയല്ലേ പൊലയാടി മോളുടെ പേര്. അത് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോണില്ല. അപ്പോൾ തന്തയെ പോലെ വാണം വിടാൻ തന്നെ. അപ്പം അതിനങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ വലിയ ഒരു കുഴപ്പമൊന്നുമില്ല അതിന്. പിന്നെ ഭാര്യ, അതിൻ്റെ കഴുത്തറുത്തിട്ട് ഞാൻ പോകും വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ. ഇവ എത്ര കാലം ഭാര്യനെ വെച്ചോണ്ട് നടക്കും? ഒരു ദിവസം ഭാര്യയുടെ അന്ത്യം എൻ്റെ കൊണ്ട് തന്നെ ആയിരിക്കും പൊലയാടി മോനെ ഉണ്ടച്ചി. എല്ലായിടത്തിനും ഞാൻ വെച്ചേക്കില്ല. നിന്നെ ഒന്നും പറഞ്ഞിട്ട് അറിയിക്കണ കാര്യമില്ല. നീ ഇരുന്ന് ആസ്വദിച്ചോ. കിട്ടേണ്ടത് എല്ലാവർക്കും. ജനിച്ചിട്ട് 10 മാസം പോലും പ്രായമാകാത്ത എന്റെ കുഞ്ഞിനും എന്റെ വൈഫിനും വന്നൊരു ത്രെഡ് മെസ്സേജാണ് നിങ്ങളെ ഞാനിപ്പോൾ ഇതുവരെ കേൾപ്പിച്ചത്. ഈ ഒരു മെസ്സേജിന് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 3-4 മാസം മുമ്പ് ഞാൻ ടെലഗ്രാമിലെ ഈ ഡീപ്പ് AI ഫേക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്ട്രീം പോൺ വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ശരിക്കും പറഞ്ഞ ഈ വീഡിയോയിൽ നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ തൊട്ട്, അതായത് നിങ്ങൾക്ക് ആരെയാണോ അങ്ങനെ കാണേണ്ടത്, നേക്കഡായിട്ട് കാണേണ്ടത്, അവരുടെ ഫോട്ടോസ് അവിടെ കൊണ്ടുവന്ന് അയച്ചു കൊടുത്താൽ അത് മാറ്റി പോസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന സെക്ഷൽ പെർവേർട്ടുകളുടെ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തതിന്റെ അന്ന് തൊട്ട് എനിക്ക് മൾട്ടിപ്പിൾ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ഇത് ഞാൻ എക്സ്പോസ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഞാൻ പകരം ഇത് എന്നെ കൊണ്ട് എനിക്കറിയാവുന്ന ആൾക്കാരുടെ ഫോട്ടോസ് അതിലുള്ളത് ആൾക്കാരെ എല്ലാം വെച്ചിട്ട് ഞാൻ സൈബറിലേക്ക് ഒരു പരാതിയും ഫോർവേഡ് ചെയ്തായിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് വരാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് നിനക്ക് ഞങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ടെലഗ്രാമിന് അതിന് ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അല്ല നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, നീ പറ്റുന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്പിൾ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. സോ ഞാനിത് ആദ്യം വലുതായിട്ട് കാര്യമായിട്ട് എടുത്തില്ല. ഞാനിത് കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു, നമുക്ക് അതിന്റെ പുറകെ പോകാനുള്ള ഇതില്ല, കാരണം എല്ലാം ഫേക്ക് അക്കൗണ്ട്സാണ്. അപ്പോ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ മാറ്ററിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറെ ബുള്ളിങ് എനിക്ക് അന്ന് വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു 3-4 മാസം മുമ്പ് നടക്കുന്ന സംഭവം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു മാസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കമന്റ് സെക്ഷനിലും എന്റെ വീഡിയോസിലും എന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലും എല്ലാത്തിലും പോയി കമന്റ്സ് ഇടാൻ തുടങ്ങുന്നു. അതായത് എന്റെ വൈഫിനും വേറൊരു റെപ്യൂട്ടഡ് സ്ട്രീമറിനും തമ്മിൽ അവിഹിതമുണ്ട്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇടാനേ തുടങ്ങി. അപ്പം ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ എനിക്കും ആദ്യം ഞങ്ങളിത് ഓക്കെ ഇവൻ ഇന്ന് പറഞ്ഞ് അത് വിട്ടു എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം അവന്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി അങ്ങ് വിട്ട്. പിന്നെ ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഇതിങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എനിക്കും അവർക്കും ഇത് ഡിസ്റ്റർബൻസ് ആയി തുടങ്ങി. സോ നമുക്ക് ഇവനെ കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവന്റെ പ്രൊഫൈൽ വഴി ഇവന്റെ ഒരു കൂട്ടുകാരനുമായിട്ട് നമുക്ക് കോണ്ടാക്ട് കിട്ടി. ഈ കോണ്ടാക്ട് കിട്ടിയ കൂട്ടുകാരനും എന്റെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം അവൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, ബ്രോ ഇത് ഒരു വട്ടമല്ല മൾട്ടിപ്പിൾ ടൈംസ് ഇവന്റെ സൈഡിൽ നിന്ന് ഇത് ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇങ്ങനത്തെ കേസസ് ഇവന്റെ പേരിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അങ്ങനെ അവന്റെ അച്ഛന്റെ നമ്പർ നമുക്ക് തന്നു. ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി ഞാൻ നോക്കട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. പിന്നെ ഇവന്റെ നമ്പർ നമുക്ക് കിട്ടി. ഇവന്റെ നമ്പർ കിട്ടിയപ്പോൾ നമ്മൾ ഇവനെ വിളിച്ചപ്പം ഇവൻ ആദ്യം കുറ്റം സമ്മതിക്കാൻ ഇവൻ സമ്മതിക്കത്തില്ല, ഇവനാണ് ചെയ്തതെന്ന് ഇവൻ സമ്മതിക്കുന്നില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ലീഗലി മൂവ് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ കുറ്റം സമ്മതിച്ച് അവൻ അന്നേരം എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അവൻ ആർക്കോ വേണ്ടി കുറ്റം സമ്മതിക്കുന്നത് പോലെ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ചാടിക്കേറി സംസാരിക്കുക, അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ആയിട്ട് ഇതെല്ലാം ഞാൻ വീഡിയോ ആയിട്ടൊരു പ്രൂഫായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കിന് ഇവൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഈ ഒരു അഹങ്കാരം സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടപ്പം നമ്മൾ ഇവന്റെ തനിക്കുടം എടുത്ത് റിവീൽ ചെയ്തപ്പം ഇവന്റെ ഫോട്ടോയും ഇവന്റെ ഐഡന്റിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തപ്പോഴത്തേക്കിന് ഇവന് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവന്റെ നാട്ടിൽ വെച്ച് പറ്റുന്നില്ല. അങ്ങനെ ഈ പാലക്കാട് ഉണ്ടായിരുന്ന ഇവൻ നേരെ ട്രിവാൻഡ്രത്തോട്ട് മൂവ് ചെയ്ത്. ട്രിവാൻഡ്രത്താണ് ഇപ്പൊ ഇവൻ കറന്റ്ലി ഉള്ളത്. ഇവന്റെ പേരിൽ ട്രിവാൻഡ്രത്തും കുറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്, ഒന്നാമത്തെ കാര്യം. ആൻഡ് ഇതായിരുന്നു ഈ ഒരു റിവെഞ്ച് സ്റ്റോറിയുടെ സ്റ്റാർട്ട്. അതായത് നമ്മൾ ഇവനൊരു പോക്രിത്തരം കാണിച്ചത് നമ്മൾ റിവീൽ ചെയ്തതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അതായത് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന തെറ്റ്. അതിൽ ഞാൻ എന്താ ഇപ്പൊ ട്രിഗർ ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫോട്ടോ ഞാനന്ന് പോസ്റ്റ് ചെയ്ത സമയത്ത് സീക്രട്ട് ഏജന്റ് അതിനെ എടുത്ത് വീഡിയോ ചെയ്ത സമയത്ത് വീഡിയോയിൽ അവനെ മാനസിക രോഗി എന്ന് വിളിച്ചതാണ് അവന് ട്രിഗർ ആയത്. അതുകൊണ്ടാണ് അവൻ ഇപ്പൊ അതിന്റെ റിവെഞ്ചാണ് എന്നോട് തീർക്കാനുള്ളത്, അതെന്റെ കുഞ്ഞിന്റെ വൈഫിന്റെ നേരെ കൊണ്ടുവരുമെന്നാണ് അവൻ കോൺഫിഡന്റ് ആയിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ തൊട്ട് തുടങ്ങിയതാണ്. ഇതുവരെ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അതല്ലാതെ അവന് വേറെ ഒരു പേഴ്സണൽ വെഞ്ചനൻസ് എന്നോട് വരാൻ വേണ്ടിയിട്ട് ഇതിന് ഫസ്റ്റ് ഇൻസിഡന്റിനും അതിന്റെ മുമ്പത്തെ ഒന്നും അവന് ഞാനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഇതായിരുന്നു എല്ലാത്തിന്റെയും സ്റ്റാർട്ട്. സോ ഇപ്പം
ഈ ഒരു സാധനം നമ്മൾ വീണ്ടും കണ്ടുപിടിച്ച് ഇവനാണ് എന്നുള്ള ഒരു കാര്യത്തിൽ കൺഫർമേഷൻ വന്ന സമയത്ത് ഇവനെ നമ്മൾ വീഡിയോ കോൾ വരെ ഞാൻ ഇവനെ കൊണ്ട് കോൾ എടുപ്പിച്ച് ഇവന്റെ എല്ലാ പ്രൂഫും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ വെറുതെ ഗൈസ് എല്ലാ വട്ടം കുറെ വട്ടം നമ്മൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ട്. വെറുതെ ഒന്നും പറയാതെയും ഒന്നും ഇതാക്കാതെയും വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ വട്ടം അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് ഈ വട്ടം ഞാൻ ഇൻക്ലൂഡിങ് ഒരു ബഞ്ച് ഓഫ് ഒരു ലിസ്റ്റ് ഓഫ് ടെലഗ്രാം ഗ്രൂപ്പ്സിന്റെ ലിങ്കും എല്ലാം ഓൾറെഡി ഞാൻ എല്ലാം ഫോർവേഡ് ചെയ്ത് എല്ലാം ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പോലെ തന്നെ ഇത് വധഭീഷണി അടക്കം ഞാൻ എല്ലാത്തിനും ഇതിനൊരു കേസ് ഫയൽ ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ വട്ടം ഞാൻ ഇതിനകത്ത് വെറുതെ വിടാൻ പോകണില്ല. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഉറപ്പാണ്, അവനോടൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നു എന്ന് പറഞ്ഞ് അവനെ ന്യായീകരിക്കുന്ന ആൾക്കാർ വരെ ഈ കമന്റ് സെക്ഷനിൽ ഉണ്ടാവും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിനക്കൊക്കെ വേണ്ടപ്പെട്ടവർക്കും നിനക്കൊക്കെ വേണ്ടുന്ന ആൾക്കാർക്കും ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് വരെ നിങ്ങൾക്ക് ആർക്കും അതൊന്നും അത്രയ്ക്ക് സീരിയസ് ആയിട്ട് വരത്തില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടെങ്കിൽ, അതായത് നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇതിലൊക്കെ വരുന്നതുകൊണ്ടല്ലേ നിന്റെയൊക്കെ ഇതൊക്കെ ഇടുന്നത്, വെറും തെറ്റിദ്ധാരണയാ. നിന്റെയൊക്കെ ഏതൊക്കെ വീട്ടിലുള്ളവന്മാര് സ്വന്തം ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയിൽ പോലും അപ്ലോഡ് ചെയ്യാത്ത ഫോട്ടോ ഇതെന്റെ അമ്മയാണ് ഇതെന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്ത് DPI വെച്ചിട്ട് അതിന്റെ നേക്കഡ് വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന പിള്ളേരുള്ള ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ എല്ലാ ഡീറ്റെയിൽസും എല്ലാ തെളിവുമായിട്ട് ഞാൻ സൈബറിലും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വിചാരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് മാത്രമാണ് ഇങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറും തെറ്റാണ്. അങ്ങനെയല്ല. ഇത് അയച്ചു കൊടുക്കാൻ, ഇത് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഇത്രയും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്, നിങ്ങൾ ഇത് ഫേസ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ തമാശയായിരിക്കും. ഈ വട്ടം ഞാനിത് എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് എന്നെ കൊണ്ട് എക്സ്ട്രീം എവിടെ വരെ പോകാൻ പറ്റുമോ, എന്റെ ഈ ഒരു കേസിനും ഇതിനും വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ ഞാൻ പോകും. അതിലൊരു സംശയവും ഇല്ല, അതിലൊരു മാറ്റവും ഇല്ല. ഇതിന് എനിക്ക് വേണ്ടുന്ന നീതി ഞാൻ മേടിച്ചെടുത്തിരിക്കും. അതിനി ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ എത്ര എക്സ്ട്രീം വരെ എന്നെ കൊണ്ട് പോകാൻ പറ്റുമോ അത്രയും വരെ ഞാൻ പോയിരിക്കും.